കുറെ പേരുണ്ട് ചേട്ടാ. പൂരം എന്ന് പറയുന്ന ഷർട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ ഇത് എവിടെ നിന്ന് ഇപ്പൊ അടുപ്പിച്ചാണ്? ഈ കൊല്ലം സ്പെഷ്യലായിട്ട് അടുപ്പിച്ചാണ്. തൃശ്ശൂർകാരനാണോ? അതോ ഞങ്ങളിവിടെ തൃശ്ശൂരാണ്. ഞങ്ങൾ ഈ അമ്പലത്തിന്റെ വാസൂർ ഞങ്ങൾ അവിടെ നടക്കാൻ പറ്റുന്ന ഗ്രൂപ്പാണ് ഇവിടെ. ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട്. വോക്കേഴ്സ് ഗ്രൂപ്പ്, വടക്കനാഥ് വോക്കേഴ്സ് ക്ലബ് ഉണ്ട്. നിങ്ങളുടെ അധികാരപ്പെട്ട സ്ഥലത്താണ് ഇന്ന് ബാക്കി ആളുകൾ കേൾക്കറിയുന്നത്. അതാണ് വിട്ടുകൊടുത്തേക്കാം. സന്തോഷമേ. അതായത് മുകളിൽ നിന്ന് കാര്യമായി വീക്ഷിക്കാണല്ലോ ഇവിടെ എന്തൊക്കെയാണ്. ഞങ്ങൾ സ്ഥിരം നടക്കുന്ന, ഞങ്ങൾ 3 റൗണ്ട് നടക്കുന്നൊരു നടന്ന് വേർത്ത് വിളിച്ച് ഞങ്ങൾ ഇന്നല്ല നിങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്താ? കാണുക, ആസ്വദിക്കുകയാണ്. വെള്ളിയിട്ട് വന്നു ഫുൾ ടൈം പൂരം. പൂരത്തിന്റെ വെടിക്കെട്ട് തൊട്ട് നട തുറക്കല് ഇന്നലെ തൊട്ട് നീ നാളെ പകൽപ്പൂരം വരെ തന്നെ പരിപാടി. നിങ്ങളെ ഒരു ഏജ് ഗ്രൂപ്പ് സാധാരണ കുറച്ചുകൂടെ പ്രായമുള്ളവരാ. അപ്പൊ നിങ്ങളൊക്കെ കുറെ ചെറുപ്പം മുതൽ ഇതിന്റെ ഒരു വൈബ് ആസ്വദിച്ച് 10-20 കൊല്ലമായിട്ട് നമ്മൾ ഈ അമ്പലത്തിലുണ്ട്. എല്ലാ പൂരത്തിനും ഉണ്ടാവും കൂടെ. ഓരോ കൊല്ലം ഓരോ ഡ്രസ്, ഓരോ കൊല്ലം ഓരോ യൂണിഫോം. ഇന്ന് വൈറ്റ് ആണ്. ഒരു ന്യൂജൻ പരിപാടിയാണ്. അങ്ങനെയല്ല പിടിച്ചിക്കാൻ പറ്റില്ല. റാപ്പിന്റെ കാലഘട്ടമാണല്ലോ മ്യൂസിയം. അതാണ് ഇപ്പൊ വൈബ്. എന്റെ പൊന്നെ ശ്രീജ കേട്ടില്ല. കണ്ട് പഠിക്കുന്ന നിങ്ങളിങ്ങനെ നടന്നോ? കണ്ടില്ലേ ആൾക്കാരൊക്കെ പുത്തൻ വൈബൊക്കെ തേടി ഇങ്ങനെ നടക്കുമ്പോഴാണ് നിങ്ങൾ രണ്ട് മറ്റേ പരിണിത പ്രജ്ഞരും വെറ്ററൻസായി പൂരം റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടുത്തെ ആ തേക്കിൻകാട് മൈതാനത്തിന്റെ ശരിക്കുള്ളൊരു അവകാശികൾ എന്നൊക്കെ പറയാവുന്ന ഒരു ഗ്രൂപ്പിനെയാണ് കണ്ടത്. വൈബിന് പിടിച്ചു നിൽക്കാൻ ഇങ്ങനെയൊക്കെ വേണമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഓരോ ഗ്രൂപ്പും ഓരോരോ സന്തോഷമായിട്ടാണ് അവിടെ എത്തുന്നത്. എന്തൊരു മനോഹരമായ കാഴ്ചയും എന്തൊരു അവരുടെയൊക്കെ മുഖത്തെ സന്തോഷം. അതുപോലെ കുടുംബങ്ങൾ, തൃശ്ശൂർക്കാർ മുഴുവൻ ഇന്ന് ആതിഥേയരാണ്. എല്ലാവരും തൃശ്ശൂരിലെ വീട്ടിലേക്ക് ക്ഷണിക്കും. നിങ്ങൾക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടായി അവിടുത്തെ ചേട്ടന്മാരോട് ചെന്നിട്ട് നാളെയല്ലേ പൂരം എന്ന് ചോദിക്കരുത്, ചേച്ചിമാരോട് ചോദിക്കാവൂ. കാരണം ചേച്ചിമാർ പണ്ടൊക്കെ തിരക്കുള്ളതുകൊണ്ട് പോവില്ല. ചേട്ടന്മാർ ഇന്നലെ തൊട്ടേ അവിടെ തന്നെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ചേച്ചിമാരുടെ പൂരമാണ് നാളെ. അത് ഇനി ചേട്ടന്മാരോട് ചെന്ന് ചോദിച്ചാൽ അവർ ഓടിക്കും. കാരണം അവര് ഇന്നലെ രാത്രി തൊട്ട് അവിടെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് പൂരത്തിന്റെ കാഴ്ചയിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ പിന്നെ വരാം. നല്ലൊരു മേളം നടക്കുന്ന ആ മേളം കണ്ടിട്ട് വരാം.
ഒരു വശത്ത് മേളം അങ്ങനെ മുറുകുകയാണ്. രാവിലെ തന്നെ ആ മേളത്തിന്റെ ആവേശത്തിലേക്ക് ആളുകൾ ഇങ്ങനെ അലിയുന്നു. ആ പിറകിൽ നിന്ന് താളം പിടിക്കുന്ന മനുഷ്യന്മാരെ നോക്കൂ. അവര് ഇന്നത്തെ ദിവസത്തിനെ മുഴുവൻ അവർ മാറ്റിവെച്ചിരിക്കുന്നത് ഈ താളമേള വിസ്മയം കാണാനാണ്. അവിടെ ഒരു വശത്ത് മേളം മുറുകട്ടെ. നമുക്ക് ഇപ്പുറത്ത് അനുമോദും ശ്രീജിത്തും അവിടെ ഉണ്ട്. അവരുടെ അടുത്തേക്ക് പോവാം. കുറെ ആളുകളെ അവരുടെ അനുഭവങ്ങൾ, പൂരം എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്, അനുഭവമാണ്. അപ്പോൾ ആ പൂര അനുഭവങ്ങളിലേക്ക് നമുക്ക് ഒരു സൈഡിൽ കൂടെ കുറച്ചു നേരം പോയിട്ട് വരാം.